നിത്യജീവിതത്തിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പല ഉപകരണങ്ങളും കടന്നു വരുന്നുണ്ട്. ഉദാഹരണമായി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയവ. ഇലക്ട്രോണിക്സ് എന്ന വാക്ക് ഇലക്ട്രോൺ മെക്കാനിക് എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇലക്ട്രിക് ഫീൽഡിൽ വരുന്ന വ്യതിയാനത്തിന് അനുസരണമായി ഇലക്ട്രോണുകളുടെ പ്രവർത്തന രീതിയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണുകളോ മറ്റു ചാർജുകളോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും അവയുടെ ഉപയോഗത്തെയും കുറിച്ചുള്ള പഠനത്തെയാണ് ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് മാറ്റം വരുത്താൻ കഴിവുള്ള ഉപകരണങ്ങളാണ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഒരു പ്രത്യേക പ്രവർത്തനം നടത്തുന്നതിനായി വോൾട്ടേജ് സോഴ്സും അടിസ്ഥാന ഘടകങ്ങളായ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, ഡയോഡ് തുടങ്ങിയവയും പ്രത്യേകം ഘടിപ്പിക്കുന്ന രീതിയെ ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറയുന്നു. സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ പ്രത്യേകതയാണ്. ഉദാഹരണത്തിനായി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വെള്ളം ഒരു പ്രത്യേക ലെവലിൽ എത്തിയാൽ മെഷീൻ്റെ ഡ്രം കറങ്ങാൻ തുടങ്ങുന്നു. ഇലക്ട്രോണുകളുടെ ഒഴുക്കിനെയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സാധാരണയായി കേൾക്കാറുള്ള വോൾട്ടേജ്, കറണ്ട്, പവർ എന്നിവ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ടിനെ ഒഴുക്കാനുള്ള ശക്തിയാണ്. ഒരു സർക്യൂട്ടിൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ ചാർജ് വ്യതിയാനമാണ് വോൾട്ടേജ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. V എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജിനെ അളക്കാനാവും. ഇലക്ട്രോൺ പ്രവാഹമാണ് കറണ്ട്. ഒരു സർക്യൂട്ടിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. I എന്ന ലെറ്ററാണ് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ടിനെ മെഷർ ചെയ്യാനാവും. കറണ്ട് രണ്ട് തരമുണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC, ഡയറക്റ്റ് കറണ്ട് അഥവാ DC. DC കറണ്ടിൽ ഇലക്ട്രോണുകൾ ഒരു ദിശയിൽ മാത്രം ഒഴുകുന്നു. DC ജനറേറ്റർ, ബാറ്ററി, സോളാർ പാനൽ ഇവ DC ഉൽപ്പാദിപ്പിക്കുന്നു. ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളുടെയും സർക്യൂട്ട് ബോർഡുകളുടെയും പ്രവർത്തനത്തിന് DC ആവശ്യമാണ്. AC-യിൽ കറണ്ടിൻ്റെ ദിശ തുടർച്ചയായി മാറുന്നു. അതായത് ഇലക്ട്രോണുകൾ ദിശ മാറി ഒഴുകുന്നു. AC-യുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ സൂചിപ്പിക്കാം. സൈക്കിൾ, ടൈം പീരീഡ്, ഫ്രീക്വൻസി. AC-യിലെ തുടർച്ചയായി ആവർത്തിക്കുന്ന പാറ്റേൺ ആണ് സൈക്കിൾ. ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ഒരു സെക്കൻഡിലുള്ള സൈക്കിളുടെ എണ്ണത്തെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. AC ജനറേറ്റർ, ഇൻവെർട്ടർ, UPS എന്നിവ AC സോഴ്സിന് ഉദാഹരണങ്ങളാണ്. മിക്കവാറും എല്ലാ ഉപകരണങ്ങളുടെയും പ്രവർത്തനത്തിന് AC ആവശ്യമാണ്. ദീർഘദൂര പവർ വിതരണത്തിന് AC ആണ് അനുയോജ്യം. ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു. AC-യുടെ പ്രസരണ നഷ്ടം വളരെ കുറവാണ്. പവർ ഒരു സെക്കൻഡിൽ ഇലക്ട്രിസിറ്റി ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ വരുന്ന എനർജിയിലുള്ള വ്യത്യാസത്തെയാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. P എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് പവറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ പവർ കണ്ടുപിടിക്കാൻ വോൾട്ടേജിനെയും കറണ്ടിനെയും ഗുണിച്ചാൽ മതി. P=V×I. ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ്. ഒരു സർക്യൂട്ടിൻ്റെ നിർമ്മാണത്തിനായി ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകൾ, റെസിസ്റ്ററുകൾ എന്നിവ ഉപയോഗിക്കുന്നു. സാധാരണയായി കമ്പോണൻസിനെ രണ്ട് തരത്തിൽ വേർതിരിക്കാവുന്നതാണ്. പാസീവ് കമ്പോണൻസ്, ആക്റ്റീവ് കമ്പോണൻസ്. പാസീവ് കമ്പോണൻസ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നിവ പാസീവ് കമ്പോണന്റുകളാണ്. റെസിസ്റ്റർ കറണ്ടിനെ നിയന്ത്രിക്കുന്നു. ചാർജ് സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള കമ്പോണൻ്റാണ് കപ്പാസിറ്റർ. ഇൻഡക്ടർ എനർജിയെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്നു. മേൽപ്പറഞ്ഞ കമ്പോണൻസിനെ പാസീവ് കമ്പോണൻസ് എന്നറിയപ്പെടാൻ കാരണം ഇവ സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ ധർമ്മം നിർവഹിക്കുന്നവയാണ് ആക്റ്റീവ് കമ്പോണൻസ്. AC-യെ DC ആക്കുന്ന റെക്ടിഫയർ സർക്യൂട്ടിലെ ഡയോഡ്, ആംപ്ലിഫയർ സർക്യൂട്ടിലെ ട്രാൻസിസ്റ്റർ എന്നിവ ആക്റ്റീവ് കമ്പോണൻസിന് ഉദാഹരണങ്ങളാണ്. മറ്റ് ആക്റ്റീവ് കമ്പോണൻസ്
ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, ഡയാക്ക്, ട്രയാക്ക് തുടങ്ങിയവ. സെമി കണ്ടക്ടർ ഉപയോഗിച്ചാണ് ആക്റ്റീവ് കമ്പോണൻസ് നിർമ്മിക്കുന്നത്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് മെറ്റീരിയൽസിനെ മൂന്നായി തരംതിരിക്കാം. നമുക്കറിയാം കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. കണ്ടക്ടറിന് ചാലകം എന്ന് അറിയപ്പെടുന്നു, കറണ്ടിനെ കടത്തിവിടുന്ന മെറ്റീരിയലാണ്. ഇൻസുലേറ്റർ കുചാലകം എന്നറിയപ്പെടുന്നു, കറണ്ടിനെ കടത്തിവിടാൻ വിസമ്മതിക്കുന്ന മെറ്റീരിയലാണ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന മൂന്നാമത്തെ ഒരു മെറ്റീരിയലാണ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി അളക്കുകയാണെങ്കിൽ അത് കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി നമ്മൾ അളക്കുകയാണെങ്കിൽ അത് കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇടയിലായിരിക്കും. ഇങ്ങനെയുള്ള സെമി കണ്ടക്ടറിനെ കണ്ടക്ടറാക്കി മാറ്റി ഇതിൽ നിന്നാണ് നമ്മൾ സെമി കണ്ടക്ടർ കമ്പോണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് നിർമ്മിക്കുന്നത്. ഇങ്ങനെ ഇലക്ട്രോണിക് കമ്പോണൻസ് നിർമ്മിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ആഡിംഗ് കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ ഇൻ ഓർഡർ ടു ചേഞ്ച് ഇറ്റ്സ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഡോപ്പിംഗ് രണ്ട് രൂപത്തിലുണ്ട്: ഡോണർ ഡോപ്പിംഗ്, അക്സെപ്റ്റഡ് ഡോപ്പിംഗ്. ഡോണർ ഡോപ്പിംഗിന് ശേഷം കിട്ടുന്ന സെമി കണ്ടക്ടർ നെഗറ്റീവ്ലി ചാർജ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. അക്സെപ്റ്റഡ് ഡോപ്പിംഗിന് ശേഷം ലഭിക്കുന്ന സെമി കണ്ടക്ടർ പോസിറ്റീവ്ലി ചാർജ് സെമി കണ്ടക്ടർ അഥവാ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റഡ് ഡോപ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അക്സെപ്റ്റഡ് ഡോപ്പിങ്ങിന് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആയ ഇൻഡിയം, ഗാലിയം, അലൂമിനിയം എന്നിവയാണ് ഉപയോഗിക്കുന്നത്. അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയുടെ പ്രത്യേകത വാലൻസി 3 ആയിരിക്കും. അതായത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 3 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. അക്സെപ്റ്റർ ഡോപ്പിംഗ് നടത്തുന്ന സമയത്ത് സെമി കണ്ടക്ടറിലെ 4 ഇലക്ട്രോണുകളിൽ 3 എണ്ണവുമായി അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയുടെ ആറ്റം ബോണ്ട് ഫോം ചെയ്യുകയും ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി അല്ലെ ഷോർട്ടേജ് ഓഫ് 1 ഇലക്ട്രോൺ ക്രിസ്റ്റലിൽ രൂപം കൊള്ളുകയും ചെയ്യും. ഈ ഷോർട്ടേജ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ് പോസിറ്റീവ് ചാർജായിട്ട് ആക്ട് ചെയ്യുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോളുകളായിരിക്കും, അതായത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതേസമയം മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസും. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നതിനായി ഡോണർ ഇമ്പ്യൂരിറ്റീസ് ഉപയോഗിക്കുന്നു. ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആയ ആൾസനിക്, ആന്റിമണി. ഇവിടെ പ്രത്യേകത ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഒരു സെമി കണ്ടക്ടറിലേക്ക് ഒരു ഡോണർ ഇമ്പ്യൂരിറ്റി ഉപയോഗിച്ച് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് സെമി കണ്ടക്ടറിലെ ആറ്റങ്ങളിൽ ഉണ്ടാവുന്ന 4 ഇലക്ട്രോൺസും ഡോണർ ഇമ്പ്യൂരിറ്റിയിലെ 4 ഇലക്ട്രോൺസും ബോണ്ട് ഫോം ചെയ്യുകയും ഡോണർ ഇമ്പ്യൂരിറ്റിയിൽ അവശേഷിക്കുന്ന ഒരു ഇലക്ട്രോൺ ക്രിസ്റ്റലിൻ്റെ ചാർജായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസും മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസുമായിരിക്കും. പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കമ്പൈൻ ചെയ്താണ് പി എൻ ജംഗ്ഷൻ അഥവാ ഡയോഡ് ഫോം ചെയ്യുന്നത്. പി ടൈപ്പും എൻ ടൈപ്പും യോജിപ്പിക്കുമ്പോൾ ഹോളുകൾ പി ടൈപ്പ് മെറ്റീരിയലിൽ നിന്ന് എൻ ടൈപ്പ് മെറ്റീരിയൽസ് ഡിഫ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോണുകൾ എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലേക്കും ഡിഫ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോണുകളും ഹോളുകളും ജംഗ്ഷന് സമീപം കൂടിച്ചേരുന്നു. തന്മൂലം ജംഗ്ഷന് സമീപത്തുള്ള ഇമ്പ്യൂരിറ്റി ആറ്റങ്ങൾ അയോണുകളായി മാറുന്നു. ജംഗ്ഷന് സമീപം പി സൈഡിൽ നെഗറ്റീവ് അയോൺസും എൻ ടൈപ്പിൽ പോസിറ്റീവ് അയോൺസും ഫോം ചെയ്യുന്നു. പ്രസ്തുത അയോൺസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുകയും ഇവ ജംഗ്ഷന്റെ 2 ഭാഗത്തും നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. പ്രസ്തുത ഇലക്ട്രിക് ഫീൽഡ് തുടർന്ന് ഇലക്ട്രോണുകൾക്കും ഹോളുകൾക്കും ജംഗ്ഷൻ കടന്നു പോകാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു ബ്ലോക്കായി മാറുന്നു. ഈ പൊട്ടൻഷ്യലിനെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. സിലിക്കൺ ഡയോഡിൽ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ടും ജെർമേനിയം ഡയോഡിൽ 0.3 വോൾട്ടുമാണ്. സ്വതന്ത്രമായി നീങ്ങാൻ സാധിക്കാത്ത ഇലക്ട്രോണുകളും ഹോളുകളും ഇല്ലാത്ത ജംഗ്ഷന്റെ ഈ ഭാഗത്തെ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നു. ബയാസിംഗ്. പി എൻ ജംഗ്ഷൻ അഥവാ ഡയോഡിലേക്ക് DC വോൾട്ടേജ് നൽകുന്ന പ്രക്രിയയാണ് ബയാസിംഗ്. ബയാസിംഗ് ഡിപ്ലീഷൻ ലെയർ വിഡ്ത്തിൽ സാരമായ മാറ്റം വരുത്തുന്നു. 2 രൂപത്തിൽ നമുക്ക് ഡയോഡിനെ ബയാസ് ചെയ്യാൻ സാധിക്കും: ഫോർവേഡ് ബയാസിംഗ്, റിവേഴ്സ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഡയോഡിലെ പി സൈഡിലേക്കും നെഗറ്റീവ് ടെർമിനൽ ഡയോഡിലെ എൻ ടൈപ്പിലേക്കും കണക്ട് ചെയ്താണ് ഫോർവേഡ് ബയാസ് ചെയ്യുന്നത്. ഫോർവേഡ് വോൾട്ടേജ് ഇലക്ട്രോണുകളുടെയും ഹോളുകളുടെയും ജംഗ്ഷന്റെ അടുത്തേക്ക് തള്ളുന്നു. തന്മൂലം ഡിപ്ലീഷൻ ലെയറിന്റെ കട്ടി കുറയുകയും ബാരിയർ പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോണുകൾക്കും ഹോളുകൾക്കും ജംഗ്ഷൻ കടക്കാൻ സാധിക്കുന്നു. അതായത് ഡയോഡിലൂടെ കറണ്ട് ഒഴുകുന്നു. ഈ ഫോർവേഡ് കറണ്ട്
കൊടുത്തിരിക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിന് അനുപാതികമായിരിക്കും. റിവേഴ്സ് ബയാസ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഡയോഡിൻ്റെ എൻ സൈഡിലേക്കും നെഗറ്റീവ് ടെർമിനൽ ഡയോഡിൻ്റെ പി സൈഡിലേക്കും കണക്ട് ചെയ്താണ് റിവേഴ്സ് ബയാസ് ചെയ്യുന്നത്. ഡയോഡ് റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകളും ഹോളുകളും ബാറ്ററിയുടെ ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. തന്മൂലം ഡിപ്ലീഷൻ ലെയറിൻ്റെ കട്ടി കൂടുകയും ബാരിയർ പൊട്ടൻഷ്യൽ കൂടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ഡയോഡിലെ കറണ്ട് ആൾമോസ്റ്റ് സീറോ ആയിരിക്കും. അതായത് ഡയോഡ് ഓഫ് ആവുന്ന അവസ്ഥയിലേക്ക് മാറും. ഇവിടെ നാം മനസ്സിലാക്കിയത് ഫോർവേഡ് ബയാസിൽ ഡയോഡ് വർക്ക് ചെയ്യുകയും റിവേഴ്സ് ബയാസിൽ ഡയോഡ് ഓഫ് ആവുകയും ചെയ്യുന്നു. ഡയോഡിൻ്റെ ഉപയോഗം പ്രധാനമായും ഡയോഡ് റെക്ടിഫയർ സർക്യൂട്ടിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റാൻ. ഡയോഡിൻ്റെ മറ്റു ഉപയോഗങ്ങൾ ലോജിക് ഗേറ്റുകൾ, ഒപ്റ്റോ കപ്ലർ, ഫ്രീക്വൻസി മിക്സർ സർക്യൂട്ട്, ടൈപ്സ് ഓഫ് ഡയോഡ്സ്, സെനർ ഡയോഡ് വിവിധ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ റെഫറൻസ് വോൾട്ടേജ് നൽകുന്നതിനായി ഉപയോഗിക്കുന്നു. സിഗ്നൽ ഡയോഡ് റേഡിയോ, ടെലിവിഷൻ, ഡിജിറ്റൽ ലോജിക് സർക്യൂട്ടുകൾ ഇവയിൽ ഉപയോഗിക്കുന്നു. പവർ ഡയോഡ് ഹൈ വോൾട്ടേജ്, ഹൈ കറണ്ട് സർക്യൂട്ടുകൾ റെക്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. DC പവർ സപ്ലൈ, AC റെക്ടിഫയർ, ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്നു. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഇലക്ട്രിക് എനർജിയെ ലൈറ്റ് എനർജിയായി മാറ്റം വരുത്തുന്നു. TV, കളർ ഡിസ്പ്ലേ ഇവയിൽ LED ഉപയോഗിക്കുന്നു. ഫോട്ടോ ഡയോഡ് ഇവ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജിയായി മാറ്റുന്നു. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അലാം സിസ്റ്റം, കൗണ്ടർ, സ്വിച്ചിംഗ് സർക്യൂട്ട് ഇവയിൽ ഉപയോഗിക്കുന്നു.